കോഴിക്കോട് ബീച്ചിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കൂന്തലിൻ്റെ തലയും അതുപോലെ ചിറകും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മാഗി ക്യൂബ്, അതായത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത് മൂന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ടൊമാറ്റോ എടുക്കുക, കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളൊരു കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ നമ്മുടെ പെരുംജീരകം, ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നമുക്ക് മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാവും. ഫില്ലിങ്സ് റെഡിയായതിനു ശേഷം ഓരോ കൂന്തലിലും ഇതിങ്ങനെ നിറച്ചതിന് ശേഷം നമ്മൾ അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിൽ കൊണ്ടോ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഫിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്തെടുക്കാം. ഇതൊന്ന് സ്റ്റീം ചെയ്യുക, ഒരു 6 to 10 minutes വരെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു പാൻ എടുക്കുക, എണ്ണ ഒഴിക്കുക, പിന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ്, ഇതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഈ നമ്മുടെ സ്റ്റീമറിൻ്റെ അകത്ത് ഇത് വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിൻ്റെ ആ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കൂന്തൽ നിറച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഗൈസ്, ട്രൈ ആൻഡ്